നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ രാമാവും ഭർത്താവ് ചിന്നപ്പയും താമസിച്ചു വരികയായിരുന്നു. രണ്ടുപേരും ആ ഗ്രാമത്തിലെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്ത് അവരുടെ കുടുംബം നയിച്ചു വരികയായിരുന്നു. രമയ്ക്കും ചിന്നപ്പനും ഒരു മകനും ഒരു മകളുമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ചിന്നപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അസുഖം കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ രമയായിരുന്നു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. അസുഖം ബാധിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ ഓരോ നിമിഷം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചിന്നപ്പയെ കാണാനായി അദ്ദേഹത്തിന്റെ അനിയൻ മോഹൻ എത്തി. ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞങ്ങൾ കാണിച്ചു അനിയ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പോയി അമ്പലത്തിലെ ചേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്താം. ചേട്ടന്റെ അസുഖം എല്ലാം മാറിക്കോളൂന്നേ. ശരി അനിയാ. ഏട്ടത്തി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏട്ടത്തിയുടെ തലയിലാണല്ലേ, ശരിയല്ലേ? അതെ, എന്തായാലും ഈ കുടുംബത്തിന് മുമ്പിലോട്ട് നീക്കണ്ടേ? ഏട്ടത്തി, ഞാനൊരു ഇഡ്ഡലിക്കട തുടങ്ങാൻ വേണ്ടി പോവാ. ചേച്ചി എവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നോ? അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. അതോടെ ചേച്ചിക്ക് കാശിനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. എനിക്കതിന് കിട്ടുന്ന ലാഭം നമുക്ക് രണ്ടുപേർക്കും പപ്പാതി വെച്ചെടുക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം അനിയ. പിറ്റേ ദിവസം മുതൽ രമ മോഹന്റെ ഇഡ്ഡലിക്കടയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലുള്ള എല്ലാവർക്കും രമയുടെ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ രമയുടെ ഇഡ്ഡലി നാട്ടുകാർക്കിടയിൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കടയിലേക്ക് ദിവസേന ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നു തുടങ്ങി. രമയും മോഹനും ഒരുപാട് സന്തോഷിച്ചു. എന്താന്ന് വെച്ചാ രണ്ടുപേർക്കും ലാഭം കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെ കിട്ടിയ ലാഭം കൊണ്ട് രമ ചിന്നപ്പയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു നാളുകൾക്കുള്ളിൽ ചിന്നപ്പ പഴയതുപോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 2 മാസം അങ്ങ് പോയി. രമയുടെയും മോഹന്റെയും കടയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രമയ്ക്കൊരു ചിന്ത വന്നത്. ഇവിടെ ഇത്രയും ആൾക്കാര് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാനാ വരുന്നേ. അങ്ങനാണെങ്കിൽ എനിക്കും നല്ല ലാഭം വരണ്ടേ? മോഹൻ സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ട് വരുന്നു, വരുന്ന എല്ലാവർക്കും ഇഡ്ഡലി പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും അവന് വരാൻ പാടില്ലല്ലോ. അന്ന് വൈകുന്നേരം രണ്ടുപേരും ലാഭം പങ്കിടുമ്പോൾ അപ്പോൾ അല്ല അനിയ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ തന്നല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സത്യം തന്നെ ഏടത്തി. ഏടത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. അങ്ങനെ നോക്കിയാ നിങ്ങളെക്കാൾ കൂടുതൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? പക്ഷേ ഏടത്തി, ഇത് ഭയങ്കര തെറ്റാണേ. ഞാനും ദിവസം തോറും കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നേ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം നമുക്ക് രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇല്ല അനിയ, നിങ്ങൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നാളെ തൊട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. രമ മോഹനോട് വഴക്കുണ്ടാക്കി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. 2ാമത്തെ ദിവസം ആ ഗ്രാമത്തിൽ 2 ഇഡ്ഡലിക്കടകൾ വന്നു. അതിലൊന്ന് രമയുടെ കടയും അതിലൊന്ന് രമയുടെ കടയാണ്. അവിടെ രമയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. അവള് തന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മോഹന്റെ കട. ഇപ്പോ അവിടെ വേറൊരു സ്ത്രീയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. രമയുടെ പുതിയ കട കണ്ട് ജനങ്ങളെല്ലാം രമയുടെ കടയിലേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷേ രമ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്രയും പേരെ അവൾക്കൊറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവള് തളർന്നുപോയി. അപ്പോ ഗ്രാമത്തിലുള്ളവരെല്ലാം മോഹന്റെ കടയിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ മോഹൻ എപ്പോഴത്തെയും പോലെ തന്നെ വരുന്നവർക്കെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇഡ്ഡലി കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. രമ നോക്കുമ്പോ ജനങ്ങളെല്ലാവരും മോഹന്റെ കടയിൽ പോയാണ് ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പോൾ രമ ഏകാന്തയായിരുന്ന് അയ്യോ,
ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളായിരിക്കും വലിയതെന്ന്. പക്ഷേ അങ്ങനല്ല. മോഹൻ വരുന്ന ആൾക്കാരോടെല്ലാം നല്ലോണം സംസാരിക്കുന്നു. ഞാൻ മോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് കാശുണ്ടാക്കിയേനെ. ഞാൻ ഉണ്ടാക്കിയ ഈ ഇഡ്ഡലിയെ ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. രമയ്ക്ക് അവൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇതിനാണ് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും തകരാവുന്നതാണ്. അമ്മ എന്ന് പേരുള്ള അറിയപ്പെടുന്ന ദോശക്കാരി ഉണ്ടായിരുന്നു. അമ്മയുടെ കട ഗ്രാമത്തിന്റെ നടുക്ക് തന്നെ ഉണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോ അമ്മ അവരുടെ കട തുറക്കുമായിരുന്നു. ആൾക്കാർ അവിടെ കഴിക്കാൻ എപ്പോഴും തള്ളുകൂടി നിൽക്കുമായിരുന്നു. അമ്മച്ചി, നിങ്ങളുടെ ദോശ പോലെ വേറൊന്നും വരത്തില്ല. നിങ്ങൾ എങ്ങനെയാ ഇത്രയും രുചിയുള്ള ദോശ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ദോശയുടെ പ്രശംസ കേൾക്കുമ്പോഴെല്ലാം നാഗമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമായിരുന്നു. അമ്മയുടെ അടുത്ത് കഴിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാര് വെളുപ്പാങ്കാലത്ത് ദോശ കഴിക്കുന്ന ഇഷ്ടപ്പെടുമായിരുന്നു. അമ്മേ, ഒരു മൈസൂർ മസാല ദോശ ഇട്ട്. ഇരിക്കൂ ഇപ്പൊ തരാം. അമ്മ അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരെ നന്നായി അവിടെ ഇരുത്തുമായിരുന്നു. പിന്നെ അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. സമയം പോകും തോറും അമ്മയുടെ കടയും വലുതായിക്കൊണ്ടിരുന്നു. ഇനി അമ്മ അവരുടെ സഹായത്തിന് വേണ്ടി വേറെ 2 സ്ത്രീകളെ കൂടി പണിക്ക് അവിടെ നിർത്തി. ഇപ്പൊ അമ്മ കടയിലിരുന്ന് കാശ് മാത്രം മേടിക്കുമായിരുന്നു. എന്നിട്ട് വരുന്ന ആൾക്കാരോട് സംസാരിക്കുമായിരുന്നു. അമ്മയുടെ കൂടെ സഹായത്തിന് നിന്ന് വീണ ഉണ്ടായിരുന്നു. വീണ എപ്പോഴും അമ്മയുടെ കയ്യിലുള്ള കാശിലായിരുന്നു ശ്രദ്ധ. ഇവിടെ നമ്മള് രണ്ടുപേരും എപ്പോഴും പരിശ്രമിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവിടെ അമ്മയെ നോക്കിക്കേ, അവിടെ ഇരുന്ന് കാശ് എണ്ണുവാ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കിവിടെ ശമ്പളം കിട്ടുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അവിടെ നോക്കിക്കേ, അമ്മയുടെ കയ്യിൽ എന്തുമാത്രം കാശാ ഉള്ളത്. അത് അവരുടെ പണമല്ലേ? ഒന്നുവരെങ്കിലും ഇത്രയും വർഷമായിട്ട് അവരെ പരിശ്രമിച്ചതല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കട നടത്തുന്നത്. അത് തന്നെയല്ലേ ഞാൻ ഇപ്പൊ നിന്നോട് പറയുന്നത്. നമുക്കും നമ്മുടേതായ ഒരു സ്വന്തം കടയൊക്കെ വേണ്ടേ? വേണ്ട, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എനിക്ക് ഈ കിട്ടുന്ന ശമ്പളമൊക്കെ ധാരാളം. വീണ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്കി. പക്ഷെ ലക്ഷ്മിയാണെങ്കിലോ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീണ ഒരുപാട് നാള് അവളുടെ കടയുണ്ടാക്കാനുള്ള സ്വപ്നം കണ്ടോണ്ടിരുന്നു. അവസാനം ഒരു ദിവസം വീണ അവളുടെ സ്വന്തമായ ദോശക്കട തുടങ്ങി. അമ്മയുടെ ദോശ 10 രൂപയാണെങ്കിൽ വീണ അവിടെ ദോശ 8 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. പതുക്കെ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ തള്ള് വീണയുടെ ദോശക്കടയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ വീണ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ താമസിക്കാതെ അവളുടെ മനസ്സിൽ അഹങ്കാരം വന്നു. അമ്മ വളരെ പാവമായ ഒരു സ്ത്രീയായിരുന്നു. അവര് അവിടെ വരുന്ന ആൾക്കാരോട് മര്യാദയോട് കൂടിയായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഇപ്പോ വീണയ്ക്ക് അഹങ്കാരം ശരിക്കും കൂടി. ചേച്ചി, ഒരു മസാല ദോശ തന്നേ. അതെ ഇപ്പൊ തരാം. പക്ഷെ ഒരു 10 മിനിറ്റ് നിക്കേണ്ടി വരും. ശരി ചേച്ചി. അവള് പലപ്പോഴും അവിടെ വരുന്ന ആൾക്കാരെ അവിടെ നിർത്തുമായിരുന്നു. ഇന്നാ നിന്റെ മസാല ദോശ. ചേച്ചി, കുറച്ച് ചമ്മന്തി ഇങ്ങ് തന്നേ. പച്ച ചട്നിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എത്ര എണ്ണം? വീണ പലപ്പോഴും അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. കുറച്ചു നാളിന് ശേഷം വീണയുടെ അഹങ്കാരം കൂടി വന്നു. അവളെ കൊണ്ട് എന്ത് ചെയ്യാനും കഴിയുമെന്ന് അവൾ അഹങ്കരിച്ചു. എന്ത് ചെയ്താലും ആൾക്കാർ അവിടെ തന്നെ വരുമെന്ന് വിശ്വസിച്ചു. കാരണം എന്റെ വില ഇവിടെ കുറവാണല്ലോ. അതുകൊണ്ട് കഴിക്കാൻ വരുന്ന ആൾക്കാര് എന്റെ കടയിൽ മാത്രമേ വരൂ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് 6 മണിക്ക് കട തുറന്ന് ഞാൻ ക്ഷീണിച്ചു പോയി. ഒരു പണി ചെയ്യാം, നാളെ തൊട്ട് രാവിലെ 7:30 തുറക്കാം. ആൾക്കാര് കുറച്ചു നേരം കാത്തിരുന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചു നേരം അധികം ഉറങ്ങാമല്ലോ. ഇനി അടുത്ത രാവിലെ എല്ലാ ദിവസവും പോലെ അമ്മയുടെ കട തുറന്നു. പക്ഷേ വീണയുടെ കട ഇപ്പോഴും മൂടിയിട്ടുണ്ട്. ഇത് കണ്ട് കഴിക്കാൻ വന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. കടയിൽ നിന്ന ആൾക്കൂട്ടം കണ്ട് അമ്മ അവരുടെ ബുദ്ധി ഉപയോഗിച്ചു. എന്നിട്ട് അവിടെ കിട്ടുന്ന ദോശയുടെ വില 8 രൂപയാക്കി മാറ്റി. രാവിലെ വീണ 7:30 കട തുറന്നു. എപ്പോഴും കഴിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ എത്തിയപ്പോ 2 കടയിലും ദോശയുടെ വില 8 രൂപയാണ് കണ്ടത്. അടാ, അമ്മച്ചി വിലയെല്ലാം കുറച്ചിരിക്കുന്നു.
അമ്മയുടെ അടുത്ത് ദോശ കഴിച്ചിട്ട് ഒരുപാട് നാളായി. എന്നിട്ട് ദിവസം മുഴുവനും ആൾക്കാരുടെ തള്ള് അമ്മയുടെ കടയിൽ മാത്രമായിരുന്നു. ഇവിടെ വീണയുടെ കടയിലോ കൂടി വന്ന 1-2 ആള് വരും. വീണയുടെ മനസ്സിൽ അസൂയ തോന്നി. ആ കാരണം കൊണ്ട് മാത്രം അവള് ആൾക്കാരോട് വഴക്കിടാൻ തുടങ്ങി. നിന്റെ ദോശയൊന്നും എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചോ. അവിടെ നിന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. ഇന്നമ്മ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഒരിക്കൽ കൂടി അവരുടെ വ്യവസായം വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ വീണ അസൂയ കാരണം അമ്മയെ ഒരുപാട് പ്രാഗി. കുട്ടികളെ, ഈ കഥയില് അമ്മ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വീണയുടെ അഹങ്കാരം കൊണ്ട് മാത്രം അവള് നടത്തിയിരുന്ന വ്യവസായം തകർന്നു പോയി. വീണ ആദ്യം തന്നെ ആൾക്കാരുമായിട്ട് നന്നായി ഇടപെട്ട് അഹങ്കാരം ഇല്ലാതെ സംസാരിച്ചാൽ അവളുടെ വ്യവസായം ഇന്ന് നന്നായിട്ട് നടന്നുപോയേനെ. അതുകൊണ്ടാണ് പറയുന്നത്, അഹങ്കാരം മനുഷ്യനെ തകർക്കുക മാത്രമേ ചെയ്യൂ. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ രാമാവും ഭർത്താവ് ചിന്നപ്പയും താമസിച്ചു വരികയായിരുന്നു. രണ്ടുപേരും ആ ഗ്രാമത്തിലെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്ത് അവരുടെ കുടുംബം നയിച്ചു വരികയായിരുന്നു. രമയ്ക്കും ചിന്നപ്പനും ഒരു മകനും ഒരു മകളുമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ചിന്നപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അസുഖം കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ രമയായിരുന്നു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. അസുഖം ബാധിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ ഓരോ നിമിഷം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചിന്നപ്പയെ കാണാനായി അദ്ദേഹത്തിന്റെ അനിയൻ മോഹൻ എത്തി. ചേട്ടാ, ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞങ്ങൾ കാണിച്ചു അനിയ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പോയി അമ്പലത്തിൽ ചേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്താം. ചേട്ടന്റെ അസുഖം എല്ലാം മാറിക്കോളൂന്നേ. ശരി അനിയാ. ഏട്ടത്തി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏട്ടത്തിയുടെ തലയിലാണല്ലേ, ശരിയല്ലേ? അതെ, എന്തായാലും ഈ കുടുംബത്തിന് മുമ്പിലോട്ട് നീക്കണ്ടേ? ഏട്ടത്തി, ഞാനൊരു ഇഡ്ഡലിക്കട തുടങ്ങാൻ വേണ്ടി പോവാ. ചേച്ചി എവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നോ? അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. അതോടെ ചേച്ചിക്ക് കാശിനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. എനിക്കതിന് കിട്ടുന്ന ലാഭം നമുക്ക് രണ്ടുപേർക്കും പപ്പാതി വെച്ചെടുക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം അനിയ. പിറ്റേ ദിവസം മുതൽ രമ മോഹന്റെ ഇഡലിക്കടയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലുള്ള എല്ലാവർക്കും രമയുടെ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ രമയുടെ ഇഡ്ഡലി നാട്ടുകാർക്കിടയിൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കടയിലേക്ക് ദിവസേന ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നു തുടങ്ങി. രമയും മോഹനും ഒരുപാട് സന്തോഷിച്ചു. എന്താന്ന് വെച്ചാ രണ്ടുപേർക്കും ലാഭം കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെ കിട്ടിയ ലാഭം കൊണ്ട് രമ ചിന്നപ്പയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു നാളുകൾക്കുള്ളിൽ ചിന്നപ്പ പഴയതുപോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 2 മാസം അങ്ങ് പോയി. രമയുടെയും മോഹന്റെയും കടയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രമയ്ക്കൊരു ചിന്ത വന്നത്. ഇവിടെ ഇത്രയും ആൾക്കാര് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാനാ വരുന്നേ. അങ്ങനാണെങ്കിൽ എനിക്കും നല്ല ലാഭം വരണ്ടേ? മോഹൻ സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ട് വരുന്നു. വരുന്ന എല്ലാവർക്കും ഇഡ്ഡലി പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും അവന് വരാൻ പാടില്ലല്ലോ. അന്ന് വൈകുന്നേരം രണ്ടുപേരും ലാഭം പങ്കിടുമ്പോൾ അപ്പോൾ അല്ല അനിയ, ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്ന ഞാൻ തന്നല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സത്യം തന്നെ ഏടത്തി. ഏടത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. അങ്ങനെ നോക്കിയാ നിങ്ങളെക്കാൾ കൂടുതൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? പക്ഷേ ഏടത്തി, ഇത് ഭയങ്കര തെറ്റാണേ. ഞാനും ദിവസം തോറും കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നേ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം നമുക്ക് രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇല്ല അനിയ, നിങ്ങൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനാണെങ്കിൽ
നാളെ തൊട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. രമ മോഹനോട് വഴക്കുണ്ടാക്കി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം ആ ഗ്രാമത്തിൽ 2 ഇഡ്ഡലിക്കടകൾ വന്നു. അതിലൊന്ന് രമയുടെ കടയും അതിലൊന്ന് രമയുടെ കടയാണ്. അവിടെ രമയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. അവള് തന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മോഹന്റെ കട. ഇപ്പോ അവിടെ വേറൊരു സ്ത്രീയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. രമയുടെ പുതിയ കട കണ്ട് ജനങ്ങളെല്ലാം രമയുടെ കടയിലേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷേ രമ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്രയും പേരെ അവൾക്കൊറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവള് തളർന്നുപോയി. അപ്പോ ഗ്രാമത്തിലുള്ളവരെല്ലാം മോഹന്റെ കടയിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ മോഹൻ എപ്പോഴത്തെയും പോലെ തന്നെ വരുന്നവർക്കെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇഡ്ഡലി കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. രമ നോക്കുമ്പോ ജനങ്ങളെല്ലാവരും മോഹന്റെ കടയിൽ പോയാണ് ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പോൾ രമ ഏകാന്തയായിരുന്ന് അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളായിരിക്കും വലിയതെന്ന്. പക്ഷേ അങ്ങനല്ല. മോഹൻ വരുന്ന ആൾക്കാരോടെല്ലാം നല്ലോണം സംസാരിക്കുന്നു. ഞാൻ മോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് കാശുണ്ടാക്കിയേനെ. ഞാൻ ഉണ്ടാക്കിയ ഈ ഇഡ്ഡലിയെ ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. രമയ്ക്ക് അവൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇതിനാണ് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും തകരാവുന്നതാണ്. അമ്മ എന്ന് പേരുള്ള അറിയപ്പെടുന്ന ദോശക്കാരി ഉണ്ടായിരുന്നു. അമ്മയുടെ കട ഗ്രാമത്തിന്റെ നടുക്ക് തന്നെ ഉണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോ അമ്മ അവരുടെ കട തുറക്കുമായിരുന്നു. ആൾക്കാർ അവിടെ കഴിക്കാൻ എപ്പോഴും തള്ളുകൂടി നിൽക്കുമായിരുന്നു. അമ്മച്ചി, നിങ്ങളുടെ ദോശ പോലെ വേറൊന്നും വരത്തില്ല. നിങ്ങൾ എങ്ങനെയാ ഇത്രയും രുചിയുള്ള ദോശ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ദോശയുടെ പ്രശംസ കേൾക്കുമ്പോഴെല്ലാം നാഗമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമായിരുന്നു. അമ്മയുടെ അടുത്ത് കഴിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാര് വെളുപ്പാങ്കാലത്ത് ദോശ കഴിക്കുന്ന ഇഷ്ടപ്പെടുമായിരുന്നു. അമ്മേ, ഒരു മൈസൂർ മസാല ദോശ ഇട്ട്. ഇരിക്കൂ ഇപ്പൊ തരാം. അമ്മ അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരെ നന്നായി അവിടെ ഇരുത്തുമായിരുന്നു. പിന്നെ അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. സമയം പോകും തോറും അമ്മയുടെ കടയും വലുതായിക്കൊണ്ടിരുന്നു. ഇനി അമ്മ അവരുടെ സഹായത്തിന് വേണ്ടി വേറെ 2 സ്ത്രീകളെ കൂടി പണിക്ക് അവിടെ നിർത്തി. ഇപ്പൊ അമ്മ കടയിലിരുന്ന് കാശ് മാത്രം മേടിക്കുമായിരുന്നു. എന്നിട്ട് വരുന്ന ആൾക്കാരോട് സംസാരിക്കുമായിരുന്നു. അമ്മയുടെ കൂടെ സഹായത്തിന് നിന്ന് വീണ ഉണ്ടായിരുന്നു. വീണ എപ്പോഴും അമ്മയുടെ കയ്യിലുള്ള കാശിലായിരുന്നു ശ്രദ്ധ. ഇവിടെ നമ്മള് രണ്ടുപേരും എപ്പോഴും പരിശ്രമിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവിടെ അമ്മയെ നോക്കിക്കേ, അവിടെ ഇരുന്ന് കാശ് എണ്ണുവാ. എന്നിട്ട് നമുക്കെന്ത് കിട്ടുന്നു? നമുക്കിവിടെ ശമ്പളം കിട്ടുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അവിടെ നോക്കിക്കേ, അമ്മയുടെ കയ്യിൽ എന്തുമാത്രം കാശാ ഉള്ളത്. അത് അവരുടെ പണമല്ലേ? ഒന്നുവരെങ്കിലും ഇത്രയും വർഷമായിട്ട് അവരെ പരിശ്രമിച്ചതല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കട നടത്തുന്നത്. അത് തന്നെയല്ലേ ഞാൻ ഇപ്പൊ നിന്നോട് പറയുന്നത്. നമുക്കും നമ്മുടേതായ ഒരു സ്വന്തം കടയൊക്കെ വേണ്ടേ? വേണ്ട, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എനിക്ക് ഈ കിട്ടുന്ന ശമ്പളമൊക്കെ ധാരാളം. വീണ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്കി. പക്ഷെ ലക്ഷ്മിയാണെങ്കിലോ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീണ ഒരുപാട് നാള് അവളുടെ കടയുണ്ടാക്കാനുള്ള സ്വപ്നം കണ്ടോണ്ടിരുന്നു. അവസാനം ഒരു ദിവസം വീണ അവളുടെ സ്വന്തമായ ദോശക്കട തുടങ്ങി. അമ്മയുടെ ദോശ 10 രൂപയാണെങ്കിൽ വീണ അവിടെ ദോശ 8 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. പതുക്കെ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ തള്ള് വീണയുടെ ദോശക്കടയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ വീണ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ താമസിക്കാതെ അവളുടെ മനസ്സിൽ അഹങ്കാരം വന്നു. അമ്മ വളരെ പാവമായ ഒരു സ്ത്രീയായിരുന്നു. അവര് അവിടെ വരുന്ന ആൾക്കാരോട് മര്യാദയോട് കൂടിയായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഇപ്പോ വീണയ്ക്ക് അഹങ്കാരം ശരിക്കും കൂടി. ചേച്ചി, ഒരു മസാല ദോശ തന്നേ. അതെ ഇപ്പൊ തരാം. പക്ഷെ ഒരു 10 മിനിറ്റ് നിക്കേണ്ടി വരും. ശരി ചേച്ചി. അവള് പലപ്പോഴും അവിടെ വരുന്ന ആൾക്കാരെ അവിടെ നിർത്തുമായിരുന്നു. ഇന്നാ നിന്റെ മസാല ദോശ.
ചേച്ചി കുറച്ച് ചമ്മന്തി ഇങ്ങ് തന്നേ. പച്ച ചട്നിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എത്ര എണ്ണം? വീണ പലപ്പോഴും അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. കുറച്ചു നാളിന് ശേഷം വീണയുടെ അഹങ്കാരം കൂടി വന്നു. അവളെ കൊണ്ട് എന്ത് ചെയ്യാനും കഴിയുമെന്ന് അവൾ അഹങ്കരിച്ചു. എന്ത് ചെയ്താലും ആൾക്കാർ അവിടെ തന്നെ വരുമെന്ന് വിശ്വസിച്ചു. കാരണം എന്റെ വില ഇവിടെ കുറവാണല്ലോ, അതുകൊണ്ട് കഴിക്കാൻ വരുന്ന ആൾക്കാര് എന്റെ കടയിൽ മാത്രമേ വരൂ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് 6 മണിക്ക് കട തുറന്ന് ഞാൻ ക്ഷീണിച്ചു പോയി. ഒരു പണി ചെയ്യാം, നാളെ തൊട്ട് രാവിലെ 7:30 തുറക്കാം. ആൾക്കാര് കുറച്ചു നേരം കാത്തിരുന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചു നേരം അധികം ഉറങ്ങാമല്ലോ. ഇനി അടുത്ത രാവിലെ എല്ലാ ദിവസവും പോലെ അമ്മയുടെ കട തുറന്നു. പക്ഷേ വീണയുടെ കട ഇപ്പോഴും മൂടിയിട്ടുണ്ട്. ഇത് കണ്ട് കഴിക്കാൻ വന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. കടയിൽ നിന്ന ആൾക്കൂട്ടം കണ്ട് അമ്മ അവരുടെ ബുദ്ധി ഉപയോഗിച്ചു. എന്നിട്ട് അവിടെ കിട്ടുന്ന ദോശയുടെ വില 8 രൂപയാക്കി മാറ്റി. രാവിലെ വീണ 7:30 കട തുറന്നു. എപ്പോഴും കഴിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ എത്തിയപ്പോ 2 കടയിലും ദോശയുടെ വില 8 രൂപയാണ് കണ്ടത്. അടാ, അമ്മച്ചി വിലയെല്ലാം കുറച്ചിരിക്കുന്നു. അമ്മയുടെ അടുത്ത് ദോശ കഴിച്ചിട്ട് ഒരുപാട് നാളായി. എന്നിട്ട് ദിവസം മുഴുവനും ആൾക്കാരുടെ തള്ള് അമ്മയുടെ കടയിൽ മാത്രമായിരുന്നു. ഇവിടെ വീണയുടെ കടയിലോ കൂടി വന്ന 1-2 ആള് വരും. വീണയുടെ മനസ്സിൽ അസൂയ തോന്നി. ആ കാരണം കൊണ്ട് മാത്രം അവള് ആൾക്കാരോട് വഴക്കിടാൻ തുടങ്ങി. നിന്റെ ദോശയൊന്നും എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചോ. അവിടെ നിന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. ഇന്നമ്മ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഒരിക്കൽ കൂടി അവരുടെ വ്യവസായം വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ വീണ അസൂയ കാരണം അമ്മയെ ഒരുപാട് പ്രാഗി. കുട്ടികളെ, ഈ കഥയില് അമ്മ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വീണയുടെ അഹങ്കാരം കൊണ്ട് മാത്രം അവള് നടത്തിയിരുന്ന വ്യവസായം തകർന്നു പോയി. വീണ ആദ്യം തന്നെ ആൾക്കാരുമായിട്ട് നന്നായി ഇടപെട്ട് അഹങ്കാരം ഇല്ലാതെ സംസാരിച്ചാൽ അവളുടെ വ്യവസായം ഇന്ന് നന്നായിട്ട് നടന്നുപോയേനെ. അതുകൊണ്ടാണ് പറയുന്നത്, അഹങ്കാരം മനുഷ്യനെ തകർക്കുക മാത്രമേ ചെയ്യൂ. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ രാമാവും ഭർത്താവ് ചിന്നപ്പയും താമസിച്ചു വരികയായിരുന്നു. രണ്ടുപേരും ആ ഗ്രാമത്തിലെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്ത് അവരുടെ കുടുംബം നയിച്ചു വരികയായിരുന്നു. രമയ്ക്കും ചിന്നപ്പനും ഒരു മകനും ഒരു മകളുമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ചിന്നപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അസുഖം കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ രമയായിരുന്നു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. അസുഖം ബാധിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ ഓരോ നിമിഷം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചിന്നപ്പയെ കാണാനായി അദ്ദേഹത്തിന്റെ അനിയൻ മോഹൻ എത്തി. ചേട്ടാ, ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. നിങ്ങള് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞങ്ങൾ കാണിച്ചു അനിയ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പോയി അമ്പലത്തിലെ ചേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്താം. ചേട്ടന്റെ അസുഖം എല്ലാം മാറിക്കോളൂന്നേ. ശരി അനിയാ. ഏട്ടത്തി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏട്ടത്തിയുടെ തലയിലാണല്ലേ, ശരിയല്ലേ? അതെ, എന്തായാലും ഈ കുടുംബത്തിന് മുമ്പിലോട്ട് നീക്കണ്ടേ? ഏട്ടത്തി, ഞാനൊരു ഇഡ്ഡലിക്കട തുടങ്ങാൻ വേണ്ടി പോവാ. ചേച്ചി എവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നോ? അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. അതോടെ ചേച്ചിക്ക് കാശിനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. എനിക്കതിന് കിട്ടുന്ന ലാഭം നമുക്ക് രണ്ടുപേർക്കും പപ്പാതി വെച്ചെടുക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം അനിയ. പിറ്റേ ദിവസം മുതൽ രമ മോഹന്റെ ഇഡലിക്കടയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലുള്ള എല്ലാവർക്കും രമയുടെ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ രമയുടെ ഇഡ്ഡലി നാട്ടുകാർക്കിടയിൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കടയിലേക്ക് ദിവസേന ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നു തുടങ്ങി. രമയും മോഹനും ഒരുപാട് സന്തോഷിച്ചു. എന്താന്ന് വെച്ചാ രണ്ടുപേർക്കും ലാഭം കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെ കിട്ടിയ ലാഭം കൊണ്ട് രമ ചിന്നപ്പയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു നാളുകൾക്കുള്ളിൽ ചിന്നപ്പ പഴയതുപോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 2 മാസം അങ്ങ് പോയി. രമയുടെയും മോഹന്റെയും കടയിലേക്ക്
ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രമയ്ക്കൊരു ചിന്ത വന്നത്. ഇവിടെ ഇത്രയും ആൾക്കാര് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാനാ വരുന്നേ. അങ്ങനാണെങ്കിൽ എനിക്കും നല്ല ലാഭം വരണ്ടേ? മോഹൻ സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ട് വരുന്നു. വരുന്ന എല്ലാവർക്കും ഇഡ്ഡലി പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും അവന് വരാൻ പാടില്ലല്ലോ. അന്ന് വൈകുന്നേരം രണ്ടുപേരും ലാഭം പങ്കിടുമ്പോൾ അപ്പോൾ അല്ല അനിയ, ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്ന ഞാൻ തന്നല്ലേ? ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സത്യം തന്നെ ഏടത്തി. ഏടത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. അങ്ങനെ നോക്കിയാ നിങ്ങളെക്കാൾ കൂടുതൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? പക്ഷേ ഏടത്തി, ഇത് ഭയങ്കര തെറ്റാണേ. ഞാനും ദിവസം തോറും കഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നേ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം നമുക്ക് രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇല്ല അനിയ, നിങ്ങൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നാളെ തൊട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. രമ മോഹനോട് വഴക്കുണ്ടാക്കി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം ആ ഗ്രാമത്തിൽ 2 ഇഡ്ഡലിക്കടകൾ വന്നു. അതിലൊന്ന് രമയുടെ കടയും അതിലൊന്ന് രമയുടെ കടയാണ്. അവിടെ രമയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. അവള് തന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മോഹന്റെ കട. ഇപ്പോ അവിടെ വേറൊരു സ്ത്രീയാണ് ഇഡ്ഡലികൾ ഉണ്ടാക്കിയിരുന്നത്. രമയുടെ പുതിയ കട കണ്ട് ജനങ്ങളെല്ലാം രമയുടെ കടയിലേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷേ രമ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്രയും പേരെ അവൾക്കൊറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവള് തളർന്നുപോയി. അപ്പോ ഗ്രാമത്തിലുള്ളവരെല്ലാം മോഹന്റെ കടയിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ മോഹൻ എപ്പോഴത്തെയും പോലെ തന്നെ വരുന്നവർക്കെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇഡ്ഡലി കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. രമ നോക്കുമ്പോ ജനങ്ങളെല്ലാവരും മോഹന്റെ കടയിൽ പോയാണ് ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പോൾ രമ ഏകാന്തയായിരുന്ന് അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളായിരിക്കും വലിയതെന്ന്. പക്ഷേ അങ്ങനല്ല. മോഹൻ വരുന്ന ആൾക്കാരോടെല്ലാം നല്ലോണം സംസാരിക്കുന്നു. ഞാൻ മോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് കാശുണ്ടാക്കിയേനെ. ഞാൻ ഉണ്ടാക്കിയ ഈ ഇഡ്ഡലിയെ ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. രമയ്ക്ക് അവൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇതിനാണ് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും തകരാവുന്നതാണ്.